ഞാനിപ്പോൾ ഇതാ ഒരു ചെറിയ ബാഗൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഫൈനൽ ഇയർ MA സ്റ്റുഡൻസ് ഒരു ട്രിപ്പ് പോവുകയാണ്. അങ്ങ് ദന്തേലി ഗോകർണ വഴി എങ്ങടേലൊക്കെ എത്തുമായിരിക്കും. സോ കോഴിക്കോട്ട് നിന്നാണ് നമുക്ക് ട്രെയിന്. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഏകദേശമൊക്കെ ഒന്ന് സെറ്റായിട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് കണ്ട് പോകും. അപ്പോൾ ബൈ. അങ്ങനെ കാത്തിരുന്ന് ഫൈനലി നമ്മുടെ കോളേജ് ട്രിപ്പ് വന്നിരിക്കുകയാണ്. അതിൻ്റെ കുറച്ച് പ്രഹസനങ്ങളാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. ഞാൻ നേരെ മലപ്പുറത്തുനിന്ന് ബസ് പിടിച്ചിട്ട് കോഴിക്കോട്ടേക്ക് വിട്ടു. അവിടുന്ന് കുറച്ച് നമ്മുടെ ഫ്രണ്ട്സിനെയും കൂടെ കിട്ടി. ഒരു ഉച്ച സമയമൊക്കെ ആയിരുന്നു കേട്ടോ, നല്ല വെയിലും ചൂടാണ്. നേരെ ഒന്നും നോക്കിയില്ല, കുറ്റിച്ചിറ ബിരിയാണി സെൻറ്ററിലേക്ക് വിട്ടു. അവിടെ നല്ലൊരു അടിപൊളി ചിക്കൻ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഉച്ച ആയതുകൊണ്ട് പിന്നെ പറയും വേണ്ടല്ലോ, ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അങ്ങനെ നമ്മുടെ ബിരിയാണി എത്തിയിരിക്കുകയാണ്. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി. അത് വയറ് നിറച്ചും കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നൊരു ഐസ്ക്രീമൊക്കെ കഴിച്ച് നേരെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിടുകയാണ് ചെയ്തത്. റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ടീമുകളൊക്കെ പെട്ടിയും കിടക്കിയിട്ട് വന്നിട്ടുണ്ട്. ഓരോരുത്തർ പ്രസൻറ്റ് പറയുകയാണ് കേട്ടോ. നമ്മൾ ട്രെയിനിലാണ് പോയത്. കോഴിക്കോട്ട് നിന്ന് മംഗലാപുരം വരെ ട്രെയിനിലും അവിടുന്ന് ബസ്സിൽ ദന്തേലി വരെ. നമ്മൾ റിസർവ് ചെയ്തിട്ടാണ് പോണത്. അപ്പോൾ ഒന്ന് സീറ്റൊക്കെ പിടിച്ച് ബാഗൊക്കെ ഒന്ന് കയറ്റി വെച്ച് ഒക്കെ എല്ലാവരും ഒന്ന് സെറ്റായിട്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ട്രെയിനിൻ്റെ ഉള്ളിലത്തെ ഞങ്ങളുടെ പ്രസനങ്ങളായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു ചേട്ടൻ അങ്ങനെ കോഫിയും കൊണ്ടൊക്കെ വരുന്നുണ്ട്. കുറച്ച് പേര് കോഫിയൊക്കെ മേടിച്ച് കുടിച്ച് ക്ഷീണമൊക്കെ മാറ്റി ഉഷാറായിട്ടിരിക്കുകയാണ്. ഈ മസാജ് ചെയ്ത് കൊടുക്കണതാണ് കേട്ടോ നമ്മുടെ കഥയത്തെ നായിക, നമ്മുടെ ക്ലാസ് ട്യൂട്ടറാണ്. ട്രെയിൻ ആയാലും ബസ്സായാലും നെവർ മൈൻഡാണ്. നമുക്ക് ബ്യൂട്ടിയാണ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ക്യൂടെക്സ് ഇടാൻ തോന്നി. ഞങ്ങൾ ക്യൂടെക്സ് ഇട്ടു. ട്രിപ്പ് പോകാനുള്ള തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ എന്തൊക്കെ നോക്കണം, അതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് ക്യൂടെക്സ് ഇടാൻ മറന്നുപോയതാണ് ഗൈസ്. ഈ കാണുന്നൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ് കേട്ടോ. ഇത് നമ്മുടെ 2 ടീച്ചേഴ്സാണ്. ആൻഡ് നമ്മളുടെ ഒരു ഗേൾസ് ഓൺലി ട്രിപ്പായിരുന്നു ഗൈസ്. ഇനി ജസ്റ്റ് എൻ്റെ ഫോണൊന്ന് എൻ്റെ ഫ്രണ്ടിന് കൈമാറിയിരിക്കുകയാണ്. വെൽക്കം ബാക്ക് ടു ഹെർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഞങ്ങൾ ഗ്രീനിഷ് വൈബ്, ഞങ്ങൾ ട്രിപ്പ് പോവാണ്. നമ്മൾ നെയിൽ പോളിഷ് ഒക്കെ ഇട്ടു. നമ്മളിവിടെ ബാത്റൂമിന്റെ മുന്നിലാണ്. അങ്ങനെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. പൊറോട്ടയും അൽഫാമും ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു, പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ വിതരണ ചടങ്ങാണ് ഇപ്പോൾ കാണുന്നത്. എല്ലാവരും ഭയങ്കര ഫുഡിൻ്റെ കാര്യം വരുമ്പോൾ പിന്നെ സ്വാഭാവികം എല്ലാവരും ഭയങ്കര ബിസി ആയിരിക്കും. എല്ലാവർക്കും 2 എണ്ണം കിട്ടിയിട്ടുണ്ടോ അതിൽ? താങ്ക് യു. ഇതാണ് ഫുഡ്. നമ്മള് പ്ലേസ് എത്താറായിട്ടുണ്ട് ഗൈസ്. ട്രെയിനിൽ എന്തൊക്കെയോ പ്രാർത്ഥനകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പേര് നമുക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ എന്തൊക്കെയോ അങ്ങനെ പാടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു 10 മണിയാകുമ്പോഴേക്ക് നമ്മൾ മംഗലാപുരത്ത് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മുടെ ബസ് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് ബസ് ഇറങ്ങാനും അവിടുന്ന് ദന്തേലിക്ക് ഇനിയുണ്ട് ദൂരം, ഇനിയുണ്ട് യാത്ര, കുറച്ച് ലോങ് ആണ്. അതുകൊണ്ട് ഞങ്ങളൊന്ന് ഫ്രഷ് ആകാൻ വേണ്ടി തീരുമാനിച്ചു. അവിടുത്തെ വാഷ്റൂമിൽ പോയിട്ട് ഒന്ന് ഫേസൊക്കെ വാഷ് ചെയ്ത് ബ്രഷ് ചെയ്തിട്ട് നേരെ ഞങ്ങൾ ബസ്സിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ് ചെയ്തിരുന്നത്. ഇതാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ, മംഗലാപുരം റെയിൽവേ സ്റ്റേഷൻ ഇതാണ്. എന്തൊക്കെയോ നായ്ക്കുട്ടികളും കുറേ, പൊതുവെ അവിടെ ഭയങ്കരമായിട്ട് നായ്ക്കളുടെ ഒരു ഏരിയയാണ് സംഭവം. പിന്നെ ഞങ്ങൾ നേരെ ബസ്സിൻ്റെ അടുത്തേക്ക് നടന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ടയേർഡാണ്, പക്ഷെ എന്നാൽ പോലും നമ്മൾ നല്ല എൻജോയ് ചെയ്ത് വൈബായിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം 11 മണിയാവാറായിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഡാൻസിനൊന്നും ഒരു കുറവില്ല. എല്ലാവരും കിടന്ന് തുള്ളിയിരുന്നു. ഞാനൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് സൈഡായി. പക്ഷെ എന്നാൽ പോലും ബാക്കിയുള്ളവരുടെ എനർജി ലെവൽ എന്ന് പറയുന്നത് വേറെ ലെവൽ തന്നെയായിരുന്നു. കുറേ നേരം ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ സീറ്റിലിരുന്നിട്ട് കുറച്ച് പ്രസരങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ രാവിലെ ഒരു 7 മണി 7:30 ഒക്കെ ആകുമ്പോൾ നമ്മൾ ദന്തേലിയിൽ ലാൻഡ് ചെയ്തു കേട്ടോ. ബസ്സിൽ കുറേ നേരം യാത്ര ചെയ്തുകൊണ്ട് അത്യാവശ്യം എല്ലാവരും നല്ല ടയേർഡായിരുന്നു. പിന്നെ ഒരു ട്രിപ്പ് വൈബൊക്കെ അല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് എനർജിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇനി ദന്തേലിത്തെ വിശേഷങ്ങളായിട്ട് അടുത്ത വ്ലോഗിൽ വരാം. ബൈ.